അപ്പോൾ വീട്ടിലിരുന്ന് തയ്ക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു ക്യൂട്ടായിട്ടുള്ള കിഡ്സ് ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. 6 മുതൽ 7 വയസ്സ് വരെ പ്രായമുള്ള കുട്ടിയുടെ മെഷർമെൻറ്റിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞാൽ കോട്ടൺ ലിനൻ ഫാബ്രിക് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇപ്പോൾ എങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഞാനിവിടെ 2 സ്ക്വയർ പീസ് തുണി ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളവും വീതിയും വരുന്നത് 11 ഇഞ്ചാണ്. 11 ഇഞ്ചസിൻ്റെ സ്ക്വയർ പീസസ് എടുത്തിട്ടുണ്ട്. അതിതുപോലെ നമ്മൾ ആദ്യം ഒന്ന് രണ്ടാക്കി മടക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് ഒന്നുകൂടെ ഇങ്ങനെ മടക്കുക. അങ്ങനെ മൊത്തത്തിൽ 4ആയിട്ട് നമ്മൾ ഇത് ഫോൾഡ് ചെയ്ത് ഇടുക കേട്ടോ. ഫോൾഡഡ് സൈഡ് വരുന്നത് ഇവിടെയാണ്, അപ്പുറത്ത് വരുന്നത് ഓപ്പൺ സൈഡാണ്. എന്നിട്ട് ഈ ഫോൾഡഡ് സൈഡിൽ നിന്നാണ് നമ്മൾ നെക്കിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 2.25 ഇഞ്ച് ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം. ചുറ്റിനും നമ്മൾ അംബർല സ്കേർട്ടിനൊക്കെ മാർക്ക് ചെയ്യുന്ന പോലെ ഇതുപോലെ ചുറ്റിനും 2.25 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഡാർക്കൻ ചെയ്ത് വരച്ച് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഈ യോക്കിൻ്റെ ഒരു 2.25 ഇഞ്ചാണ് ഞാൻ ഈ യോക്കിൻ്റെ വിട്ട് എടുക്കുന്നത്. തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ടാണ്. അത് ഇതുപോലെ തന്നെ ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് രണ്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ 2 സർക്കുലർ പീസുകൾ കിട്ടും. അത് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട്, ഇത് പ്ലെയിൻ തുണിയാണ്, ഇതിന് നല്ല വശമില്ല. നിങ്ങൾ വേറെ പ്രിൻറ്റഡ് തുണി എടുക്കുവാണെങ്കിൽ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒരു സൈഡിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ കാണിച്ചേക്കുന്ന പോലെ ഞാൻ മാർക്ക് ചെയ്തേക്കുന്ന കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അകംവശവും പുറംവശവും ഈ ഒരു സൈഡ് മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. ബാക്കിയെല്ലാം നമുക്ക് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് തുണി ഞാനിവിടെ 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ ഫോൾഡഡ് സൈഡാണ് വരുന്നത്, അപ്പുറത്ത് ഓപ്പൺ സൈഡാണ്. ഈ ഒരു തുണിയുടെ വിട്ട് എടുക്കേണ്ടത് നമ്മുടെ കുഞ്ഞിൻ്റെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റിൻ്റെ ഇരട്ടി തുണി എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 21 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് എടുത്തേക്കുന്നത് ഞാൻ 22 ഇഞ്ചാണ്. നമ്മുടെ ആ യോക്കിൻ്റെ ഒരു 2 ഇഞ്ചും കൂടി ഇറക്കം വരും കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഓപ്പൺ സൈഡിൽ നിന്ന് ആം ഹോളിന് വേണ്ടിയിട്ട് ഒരു 2.5 ഇഞ്ച് ഇതുപോലെ ബോക്സാക്കി വരച്ചു കൊടുക്കാം കേട്ടോ. നീളവും വീതിയും 2.5 ഇഞ്ച് ഇതുപോലെ വരച്ചിട്ട് ഒരു ബോക്സാക്കി വരച്ച് ഇതുപോലെ ആം ഹോളിൻ്റെ ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഒരു 1 ഇഞ്ച് ഇതുപോലെ താഴത്തേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇത് സ്കെയിൽ ഉപയോഗിച്ചൊന്ന് ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കണേ. അതിനുശേഷം നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വിരിച്ചിടുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇവിടെ നമ്മൾക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ട ഭാഗമാണ്. ഇതാണ് മിഡിൽ പോയിന്റ്. നമുക്കിത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ആം ഹോളിൻ്റെ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ ഇതുപോലെ ഞാൻ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ 4 സ്ട്രിപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് യോക്ക് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചതുപോലെ നമുക്ക് ആദ്യം ഔട്ടർ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇന്നർ സർക്കിളിൻ്റെ അകംഭാഗമില്ലേ, അതും കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യാത്ത വശമില്ലേ, അവിടെ നിന്ന് നമ്മൾ ഇത് ഉള്ളുവശത്തെ തുണി പുറത്തേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത വശമില്ലേ, അത് നമ്മൾ ഇതുപോലെ ഒന്ന് പതുക്കെ ചെറുതാക്കി ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആം ഹോൾ സ്റ്റിച്ച് ചെയ്യാം. അതിന് ഈ സ്ട്രിപ്പ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് നല്ല വശത്താക്കി വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറിച്ചിട്ടിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യം ഇതുപോലെ ഒരു തവണ മടക്കി പിന്നെ ഒന്നും കൂടി മടക്കിയിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ 4 സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ട് ഭാഗവും ബാക്കിലെ പാർട്ടും കൂടി ഇതുപോലെ ആം ഹോളിൻ്റെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കണേ. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ച യോക്കില്ലേ, അതിൻ്റെ ഈ മുകളിലായിട്ട് ടേപ്പ് വെച്ചിട്ട് ഒരു 3 ഇഞ്ച് വരുന്ന പോലെ ഇതുപോലെ 2 സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കണം.
താഴ്ഭാഗത്തും മുകൾ ഭാഗത്തുമായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സ്കേർട്ട് പാർട്ടില്ലേ, സ്കേർട്ട് പാർട്ടിൻ്റെ അവിടെ നിന്ന് ഈ മിഡിലിൽ നിന്ന് ഇങ്ങനെ പ്ലീറ്റ്സ്, ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത സ്ഥലം വരെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത സ്കേർട്ട് പോർഷൻ ഇല്ലേ, അതിന് ഓവർലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തത് ഈ ആം ഹോളിൻ്റെ ഈ ഒരു ഒറ്റത്താക്കി വെച്ചിട്ട് 1/4 ഇഞ്ചിൽ ഇതൊന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ ആ ഒരു 3 ഇഞ്ച് വരുന്നില്ലേ, ആ ഒരു 3 ഇഞ്ചിലേക്ക് നമ്മുടെ പ്ലീറ്റ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടിട്ട് ആ ഒരു 3 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്താം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ കട്ടിങ് കൊടുത്തിട്ടില്ലേ, അവിടെ എത്തുമ്പോൾ മറ്റേ പാർട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഓവർലാപ്പ് ചെയ്ത്, ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഓവർലാപ്പ് ചെയ്ത് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ഇനി ഇതിൻ്റെ അറ്റത്തായിട്ട് നമ്മളൊന്ന് മൊത്തത്തിലൊന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്, ഈ ഒരു സൈഡും അപ്പുറത്തെ സൈഡും കൂടി. രണ്ട് സൈഡും ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 1 ഇഞ്ചിൽ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ്. ഇതൊരു കുഞ്ഞിൻ്റെ കറക്റ്റ് ഷേപ്പിലൊന്നും കിടക്കുന്ന ഫ്രോക്കല്ല, ഇച്ചിരി ലൂസ് കൈൻഡ് ഓഫ് ഒരു കിടക്കുന്ന ഒരു ടോപ്പാണ് കേട്ടോ. അതിനുശേഷം താഴ്ഭാഗം മടക്കിയും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ്, നല്ല സ്റ്റൈലിഷ് ലുക്കും തരുന്ന ഒരു ഫ്രോക്കാണ്. ഞാനിവിടെ ഒരു ഡെനിമിൻ്റെ ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ യോഗ് ഭാഗത്ത് ഹാൻഡ് എംബ്രോയിഡറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാൻഡ് വർക്കൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു പഴയ ജീൻസിൻ്റെ ക്ലോത്ത് വെച്ച് ഉണ്ടാക്കി എടുത്താണ്. ഈ ഒരു ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാനിത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. നിങ്ങൾക്കിത് എവിടെ വേണമെങ്കിലും വെക്കാം, ഈ സൈഡിലോ അപ്പുറത്തെ സൈഡിലോ അല്ലെങ്കിൽ മിഡിൽ പോർഷനൊക്കെ വെക്കാം. എന്നാലും ഈ ഒരു സൈഡിൽ വെക്കുന്നതായിരിക്കും ഇതിൻ്റെ ഒരു ഭംഗി കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ, കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. പുറകിൽ ഹുക്ക് വെക്കണം, ഞാനത് വെച്ചിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.